CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. ഇതോടെ പ്രതികളുടെ റിമാൻഡ് തുടരും. 2025 ഡിസംബർ 17 ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് രാംനാരായണൻ കൊല്ലപ്പെട്ടത്. കൊപ്പം മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷ ഭാഗമായി 5ാം വേല ആഘോഷിച്ചു. വൈകുന്നേരം എഴുവന്തല വേലക്കണ്ടത്തിൽ നിന്നാണ് പരിപാടികൾ ആരംഭിച്ചത്. രാത്രിയോടെ 5ാം വേലാഘോഷം ക്ഷേത്രത്തിലെത്തി. മാരായമംഗലം വേങ്ങനാട്ടു ക്ഷേത്രക്കണ്ടത്തിൽ നിന്നും മുളയങ്കാവിലേക്കുള്ള 5ാം വേലാഘോഷ പരിപാടികൾ ആവേശകരമായി. ഉരുകുന്ന മീനച്ചൂടിനെ അവഗണിച്ച് ഒഴുകിയെത്തി ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കോങ്ങാട് തിരുമാതാംകുന്ന് വലിയാറാട്ട് കൊടിയിറങ്ങി. ശനിയാഴ്ച പുലർച്ചെ മുതൽ തുടങ്ങിയ വൈവിധ്യമാർന്ന ചടങ്ങുകളോടെയാണ് വലിയാറാട്ട് ആഘോഷിച്ചത്. വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. ഇതോടെ പ്രതികളുടെ റിമാൻഡ് തുടരും. 2025 ഡിസംബർ 17 ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് രാംനാരായണൻ കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മാതാവിന്റെയും ഭാര്യയുടെയും ഭാഗം കേട്ട ശേഷമാണ് മണ്ണാർക്കാട് SC/ST പ്രത്യേക കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 28 മാറ്റിയതായി ഉത്തരവിട്ടത്. കൊല്ലപ്പെട്ട രാംനാരായണന്റെ മാതാവ് ശ്യാമാഭായി ബാഗേൽ, ഭാര്യ ലളിത ബാഗേൽ എന്നിവർ ശനിയാഴ്ച രാവിലെ സ്പെഷ്യൽ കോടതി ജഡ്ജ് ജോമോൻ ജോൺ മുൻപാകെ ഹാജരായി. പ്രതികളുടെ ജാമ്യാപേക്ഷയിന്മേൽ എതിർപ്പുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു രാംനാരായണനെന്നും മകൻ മരിച്ചതോടെ സങ്കടത്തിലും ബുദ്ധിമുട്ടിലുമാണെന്ന് ശ്യാമാഭായി പറഞ്ഞു. ഇതിനാൽ ജാമ്യം അനുവദിക്കരുതെന്ന് ഇവർ പറഞ്ഞു. പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ലളിതാബായിയും കോടതിയെ ബോധിപ്പിച്ചു. मोर पति ह अनाथ हो गए रही से बचपन में, अभी यदि मोर लड़का मन अनाथ हो गए, अभी कोर्ट आ रहे हैं मन तमा हमन चाहता न छुटाए मत, हमला सजा दे दे जल के जल। और का कहते उतना धूल छत्तीसगढ़ तो उतना धूर आ नहीं सकन, बार बार हमन के छोटे छोटे लड़का है और उसका धूल आना जाना करे नहीं सकन। हमन के है कि मतलब छोड़ा मत जल के जल सजा दे दे. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. തുടർന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കൽ 28 മാറ്റിയതായി കോടതി ഉത്തരവിട്ടു. രാംനാരായണന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളുടെ ഭാഗം കേട്ടില്ലെന്ന കാരണത്താലാണ് മണ്ണാർക്കാട് SC/ST കോടതി അനുവദിച്ച പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നത്. തുടർന്ന് ബന്ധുക്കളോട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം തന്നെ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനും പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചു. കൂടാതെ പ്രതികളിൽ ഓരോരുത്തരുടെയും കേസിലെ കുറ്റകൃത്യങ്ങൾ പ്രത്യേകം റിപ്പോർട്ട് ചെയ്യാനും ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്ത ശേഷം കേസിൽ പുതുതായി ആരെങ്കിലും ഉൾപ്പെടുത്താനുണ്ടോ എന്നതു സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകുവാനും പ്രോസിക്യൂഷനോട് കോടതി നിർദ്ദേശിച്ചു. 2025 ഡിസംബർ 17 ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് രാംനാരായണൻ കൊല്ലപ്പെട്ടത്. मेरा नाम शशिकांत बघेल है. मैं मृतक रामनारायण का चचेरा भाई हूँ. आज हम लोग का यहाँ पे SC/ST कोर्ट में जो है पेशी था, जहाँ पे हम लोग आए थे. माननीय जज के द्वारा हमसे पूछा गया कि आरोपी को जो है जमानत दिया जाए कि नहीं दिया जाए. तो मृतक रामनारायण की पत्नी और उनकी जो माताजी है उन्होंने बोला है कि जो आरोपी हैं, जो एक्यूज्ड है, जिन्होंने रामनारायण की हत्या किया है, उनको जमानत नहीं दिया जाए, उनको कड़ी सजा दिया जाए. और मैं बताना चाहूँगा कि रामनारायण के पिताजी जो है बचपन में जब रामनारायण 5 साल का था तो उसके पिताजी की मौत हो गया था. अब वही हालत उसके भी ऊपर हो गया है कि अब रामनारायण के जो बच्चे हैं 10 साल के हैं, अब उनके भी पिता का जो है साया उनके ऊपर से हट गया है. तो मैं यहाँ के सरकार से मैं इस मामले में जो है निवेदन करूँगा कि जो आरोपी हैं उनको सख्त से सख्त सजा दिया जाए. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രാജീവ് നടക്കാവിൽ ഹാജരായി. CCN മണ്ണാർക്കാട്. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ DMK നേതൃത്വത്തിലുള്ള സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിന് കരുത്തു പകർന്ന് പാപ്പനാശം മണ്ഡലത്തിലെ IUML സ്ഥാനാർത്ഥി AM ഷാജഹാന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. കുംഭകോണത്തിനടുത്തുള്ള അയ്യൻപേട്ടയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി റോഡ് ഷോ നടത്തി.
മുസ്ലിം ലീഗ് ഉന്നതകാര്യ സമിതി ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. തുറന്ന വാഹനത്തിൽ നേതാക്കൾ നടത്തിയ റോഡ് ഷോയിൽ സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തിയുള്ള എം.കെ. സ്റ്റാലിൻ സർക്കാരിന്റെ ഭരണം തമിഴ്നാട്ടിൽ തുടരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ജയത്തിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയങ്കരനായ കരുണാനിധിയുടെ മകൻ ശ്രീപ്പെട്ട സ്റ്റാലിൻ അദ്ദേഹം നയിക്കുന്ന തമിഴ്നാട്, ആ തമിഴ്നാട് വരും വർഷങ്ങളിൽ അടുത്ത തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ DMK-യുടെ നേതൃത്വത്തിലുള്ള ഭരണം തിരിച്ചു വരണം. മുസ്ലിം ലീഗുമായി ചേർന്നുള്ള ഭരണം ഇതിപ്പോൾ പ്രിയപ്പെട്ട AM ഷാജഹാനാണ് ഇവിടെ നിന്ന് പരിശീലിക്കുന്നത്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന്റെ ചിഹ്നമായ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച പി.കെ. കുഞ്ഞാലിക്കുട്ടി തമിഴ്നാട്ടിൽ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് ഭരണ തുടർച്ച നേടുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. എല്ലാവർക്കും അറിയാം, ഇന്ത്യക്ക് തന്നെ മാതൃക മോഡൽ സ്റ്റേറ്റ് തമിഴ്നാട്. അതിനുവേണ്ടി രാജ്യത്തെ ജനങ്ങളെ ശക്തിപ്പെടുത്താൻ ഷാജഹാനെ വിജയിപ്പിക്കണം IUML DMK ബന്ധം തമിഴ് മണ്ണിൽ കൂടുതൽ കരുത്താർജിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCN മലപ്പുറം. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം മെയ് 3-ാം വാരവും ഹയർ സെക്കൻഡറി ഫലം മെയ് 25-നും പ്രഖ്യാപിക്കും. SSLC മൂല്യനിർണ്ണയം ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ 72 കേന്ദ്രങ്ങളിലായി നടക്കും. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം 89 ക്യാമ്പുകളിലായി ഏപ്രിൽ 16 മുതൽ ആരംഭിക്കും. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ UAE-യിലെ 7 കേന്ദ്രങ്ങളിലെ SSLC +2 പരീക്ഷകൾ റദ്ദാക്കി. SSLC വിദ്യാർത്ഥികളുടേത് മോഡൽ പരീക്ഷ, പാദവാർഷിക പരീക്ഷകൾ എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടേത് 1-ാം വർഷ തിയറി പരീക്ഷാ മാർക്കിന്റെ അടിസ്ഥാനത്തിലും ഫലം നൽകും. ഇതിൽ തൃപ്തരല്ലാത്തവർക്ക് മെയ് അവസാനം സേ പരീക്ഷ എഴുതാൻ അവസരമുണ്ടാകും. നിരന്തര മൂല്യനിർണ്ണയ സ്കോറുകൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. പരാതി പരിഹരിക്കാൻ വിവിധ തലങ്ങളിൽ സമിതികൾ രൂപീകരിക്കും. അവധിക്കാല ക്ലാസുകൾ പാടില്ലെന്നും സ്കൂൾ ഫിറ്റ്നസ് ഉറപ്പാക്കുന്ന നടപടികൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി അറിയിച്ചു. സമഗ്ര ശിക്ഷ കേരളം വഴി 1158 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. ഉരുകുന്ന മീനച്ചൂടിനെ അവഗണിച്ച് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കോങ്ങാട് തിരുമാധാംകുന്ന് വലിയാറാട്ട് കൊടിയിറങ്ങി. ശനിയാഴ്ച പുലർച്ചെ മുതൽ തുടങ്ങിയ വൈവിധ്യമാർന്ന ചടങ്ങുകളോടെയാണ് വലിയാറാട്ട് ആഘോഷിച്ചത്. ഭഗവതിയുടെ തിടമ്പേറ്റിയ ആന തിരുമാധാംകുന്ന് വടക്കേ നടയിലെ പടിയിലേക്ക് കാൽ വെച്ചതോടെ 101 ആചാരവെടികൾ മുഴങ്ങി. പൂരാഘോഷത്തിന്റെ പ്രധാന ചടങ്ങായ പൂരം കൊട്ടിയിറങ്ങലിന് കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം അകമ്പടിയായി. ഉച്ചയ്ക്ക് ശേഷം നടന്ന കാഴ്ചപൂരമാണ് ആഘോഷങ്ങൾക്ക് ആവേശം പകർത്തിയത്. കാന്താണി വിനോദ് മാരാർ നയിച്ച പാണ്ടിമേളത്തോടെ 5 ഗജവീരന്മാരുടെ ഗാംഭീര്യത്തിൽ കാഴ്ചപൂരം കൊട്ടിയിറങ്ങി. കുടമാറ്റവും മേളത്തിനൊപ്പമുള്ള കൊമ്പ് കുഴൽനാദവും കാഴ്ചക്കാർക്ക് നവ്യാനുഭവമായി. തുടർന്ന് പോരൂർ ഉണ്ണികൃഷ്ണനും കല്ലൂർ ഉണ്ണികൃഷ്ണനും അവതരിപ്പിച്ച ഇരട്ടത്തായമ്പകയും നടന്നു.
CCN കോങ്ങാട്. പരിമിതികളോട് പൊരുതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കാറൽമണ്ണ സ്വദേശി AT അരുൺ. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് പ്ലാന്റ് പാത്തോളജിയിൽ അരുൺ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. അരുൺ AT, പ്ലാന്റ് പാത്തോളജി, കോളേജ് ഓഫ് അഗ്രികൾച്ചർ, വെള്ളായണി. തൃശൂർ പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ ഏപ്രിൽ 7 നടന്ന സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിൽ നിന്ന് അരുൺ ബിരുദം ഏറ്റുവാങ്ങി. ചെർപ്പുളശ്ശേരി കാറൽമണ്ണ ഈരണ്ടൻ തൊടി ഹൌസിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ CP ഉണ്ണികൃഷ്ണന്റെയും തങ്കത്തിന്റെയും മകനാണ് അരുൺ. തിരുവനന്തപുരം വെള്ളയാണി കാർഷിക കോളേജിലായിരുന്നു അരുണിന്റെ ഗവേഷണം. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിലാണ് ഡോക്ടറേറ്റ് സമ്മാനിച്ചത്. CCN ചെർപ്പുളശ്ശേരി. കൊപ്പം മുളിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷ ഭാഗമായി 5ാം വേല ആഘോഷിച്ചു. വൈകുന്നേരം എഴുവന്തല വേലക്കണ്ടത്തിൽ നിന്നാണ് പരിപാടികൾ ആരംഭിച്ചത്. രാത്രിയോടെ 5ാം വേല ആഘോഷം ക്ഷേത്രത്തിലെത്തി. വിവിധ വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി. വൈകിട്ട് എഴുവന്തല വേലക്കണ്ടത്തിൽ സംഗമിച്ച ഘോഷയാത്രകൾ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി. പാനവേല, ചപ്പുവേല, കരിവേല എന്നിവയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച 5ാം വേല ആഘോഷിച്ചത്. മെയ് 11 മുളയങ്കാവ് ക്ഷേത്രത്തിലെ വലിയ കാളവേല. 12 പൂരവും ആഘോഷിക്കും. CCN ചെർപ്പുളശ്ശേരി. മാരായമംഗലം വേങ്ങനാട്ട് ക്ഷേത്രകണ്ടത്തിൽ നിന്നും മുളയങ്കാവിലേക്കുള്ള 5ാം വേല ആഘോഷ പരിപാടികൾ ആവേശകരമായി. ഞായറാഴ്ച രാവിലെ മുതൽ നടന്ന ചടങ്ങുകളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി.
മുളയങ്കാവ് ക്ഷേത്രത്തിലെ അഞ്ചാം വേല ആഘോഷത്തോടനുബന്ധിച്ച് മാരായമംഗലം ദേശത്ത് നിന്നുള്ള ദേശവേല കളികൾ വേങ്ങനാട് ക്ഷേത്രകണ്ടത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ഞായറാഴ്ച ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് നടന്ന കൊട്ടിയിറക്കൽ പരിപാടിയോടെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. 9:30 താളവാദ്യ കലാകാരൻ രാജീവ് മാരായമംഗലത്തിന്റെ മകൻ ശ്രീനന്ദ് അവതരിപ്പിച്ച പിയാനോ കച്ചേരിയെ തുടർന്ന് മാരായമംഗലം ടീം പൊൻപുലരിയുടെ വീരനടനം, ഇരിങ്ങാലക്കുട കൈശോരി നാട്യകലാ തരംഗ് അവതരിപ്പിച്ച നൃത്തഭക്തിലയം എന്നിവയുമുണ്ടായി. മുളയങ്കാവ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ രത്മേഷിനെ വേല കമ്മിറ്റി ആദരിച്ചു. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മുളയങ്കാവ് ഗംഗാധരനും സംഘവും തായമ്പക അവതരിപ്പിച്ചു. തുടർന്ന് 3:45 വേലക്കണ്ടത്തിലേക്ക് വേലവരവ് നടന്നു. വൈകിട്ട് 4 മണിക്ക് അമ്പലപ്പാറ ഗ്രാമകലയുടെ നാടൻപാട്ട് നടന്നു. ഞങ്ങളോട് പൊറുക്കണമേ കാരണമോരേ, ഞങ്ങളോട് പൊറുക്കണമേ കാരണമോരേ. ചോട് വെച്ച് തീരും ബന്ധേ താളാകാനില്ലേ, ചോട് വെച്ച് തീരും ബന്ധേ താളാകാനില്ലേ. പാലക്കാട്ട് പോയി വരട്ടെ, വണ്ടിക്കുന്നോ കൊണ്ട് വരട്ടെ, ഇപ്പൊ പാടിയ പാട്ടാറാനാ കഞ്ഞിവെള്ളം പോലെ, ഇപ്പൊ പാടിയ പാട്ടാറാനാ കഞ്ഞിവെള്ളം പോലെ. തുടർന്ന് സുരേഷ് കലാഭവൻ, രേവതി സുരേഷ് ആൻഡ് റെഡ് ആർമി അവതരിപ്പിച്ച ശിങ്കാരി ഫ്യൂഷൻ ലയതരംഗം ഉണ്ടായിരുന്നു. മുളയങ്കാവ് ഗംഗാധരൻ, രാജീവ് മാരായമംഗലം എന്നിവർ നേതൃത്വം നൽകിയ ആൽത്തറമേളം, വെളിച്ചപ്പാട് നൃത്തവും ചൈനീസ് വെടിക്കെട്ടിനു ശേഷം വേലക്കളികളോടെ മുളയങ്കാവിലേക്ക് പുറപ്പെട്ടു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാളയാർ ആൾക്കൂട്ട കൊലപാതക കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. ഇതോടെ പ്രതികളുടെ റിമാൻഡ് തുടരും. 2025 ഡിസംബർ 17 ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് രാംനാരായണൻ കൊല്ലപ്പെട്ടത്. കൊപ്പം മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷ ഭാഗമായി 5ാം വേല ആഘോഷിച്ചു. വൈകുന്നേരം എഴുവന്തല വേലക്കണ്ടത്തിൽ നിന്നാണ് പരിപാടികൾ ആരംഭിച്ചത്. രാത്രിയോടെ 5ാം വേലാഘോഷം ക്ഷേത്രത്തിലെത്തി. മാരായമംഗലം വേങ്ങനാട്ട് ക്ഷേത്രകണ്ടത്തിൽ നിന്നും മുളയങ്കാവിലേക്കുള്ള 5ാം വേലാഘോഷ പരിപാടികൾ ആവേശകരമായി. ഉരുകുന്ന മീനച്ചൂടിനെ അവഗണിച്ച് ഒഴുകിയെത്തി ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കോങ്ങാട് തിരുമാതാംകുന്ന് വലിയാറാട്ട് കൊടിയിറങ്ങി. ശനിയാഴ്ച പുലർച്ചെ മുതൽ തുടങ്ങിയ വൈവിധ്യമാർന്ന ചടങ്ങുകളോടെയാണ് വലിയാറാട്ട് ആഘോഷിച്ചത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.